നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. പ്രാർത്ഥന കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കാൻ പറ്റില്ല. ഓക്കെ, സമ്പൂർണവും ശാശ്വതമായിട്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ നമുക്ക് പ്രശ്നപരിഹാരം നേടാം, പക്ഷെ അത് ശാശ്വതമായിട്ട് പരിഹരിക്കണം എങ്കിൽ വളരെ വിശാലമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. കുറേ കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സമൂഹം, സൊസൈറ്റി, നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം എല്ലാ തരത്തിലും ഉയർന്നെങ്കിൽ മാത്രമേ നമുക്കും ആ ഉയർച്ചയുടെ ഭാഗമാകാൻ, ആ ഉയർച്ചയുടെ ഭാഗം നമുക്കും കിട്ടുകയുള്ളൂ. അത് നമ്മൾ പ്രാർത്ഥന കൊണ്ട് ഒരു വലിയൊരു അളവ് വരെ നമുക്ക് സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും, ശരി. പക്ഷേ സമൂഹവും എല്ലാ തരത്തിലും ഉയർന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതവും ശാശ്വതമായിട്ട് ഒരു സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരുള്ളൂ. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ നിരവധി വർഷങ്ങളായിട്ട് വെളിച്ചം ചാനൽ നടത്തുന്നു. ജ്യോതിഷമാണ് പൊതുവെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ 60 വയസ്സിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും കൂടുതൽ ആക്റ്റീവ് ആവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയേക്കുന്നത്. 3 യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രധാനമായിട്ട് ജനസമ്പർക്കം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഏകദേശം നമുക്ക് കരഗതമായി എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അത്യാവശ്യം നല്ല ഒരു ഓഡിയൻസ് എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കാര്യം ഞാൻ പറയാം. പതിവ് പോലെ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റു. 5:13 ഞാൻ പ്രാർത്ഥിക്കുന്നത്, ബ്രഹ്മമുഹൂർത്തത്തിൽ 5:13 ഇന്നും ഷാർപ്പ് പ്രാർത്ഥിച്ചു. 6 മണിക്ക് ഗണപതി ക്ഷേത്രത്തിൽ പോയി, കൃഷ്ണ അമ്പലത്തിൽ പോയി ശിവനെ തൊഴുതു. അങ്ങനെ സംഭവം അതൊക്കെ ഞാൻ ചെയ്യുന്നു. കൂടാതെ വിഷ്ണു സഹസ്രനാമം, അതുപോലെ തന്നെ ശ്യാമളാദണ്ഡം, ഇതൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട്. ഏറ്റവും സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ മന്ത്രങ്ങൾ മാത്രമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഞാനും കൂടുതൽ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പൂജകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ശരി, ഇതുവഴി എനിക്ക് നേട്ടങ്ങൾ ഉണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് മാത്രം പോരല്ലോ നേട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ സ്വാർത്ഥമോഹികളായിട്ട് ഒരു പരിധി വരെ നമ്മളൊക്കെ സ്വാർത്ഥന്മാരൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളോടൊപ്പം സമൂഹത്തിനും നന്മ വന്നില്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ശാശ്വതമായിട്ട് പരിഹരിക്കാൻ ഒക്കില്ല. അപ്പോൾ അതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ ജനസമ്പർക്കവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ അത്യാവശ്യം വിജയം കണ്ടു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാൻ ജനിച്ചത് ഒരു സമ്പന്ന കുടുംബത്തിലാണ്. പ്രധാനമായിട്ടും ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്. എൻജിനീയറിങ്ങിലും കെമിസ്ട്രിയിലുമൊക്കെ ബിരുദമുണ്ട്.
അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ സേഫാണ്. എന്ന് പറയുമ്പോൾ എനിക്ക് ലോണുകളൊന്നുമില്ല. ഓക്കെ, ഒരു രൂപ ലോണില്ല. 2013 വരെ ഞാൻ ലോണൊക്കെ എടുത്ത് പലതുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് 2013 ശേഷം, സെപ്റ്റംബറിന് ശേഷം ഞാൻ ലോണുകൾ എടുക്കാറില്ല. സ്വന്തം പണം ഉപയോഗിച്ച് തന്നെ ബിസിനസ് ഒക്കെ മറ്റ് കാര്യങ്ങളുമെല്ലാം കൊണ്ടുപോകുന്നു. നിരവധി തരത്തിൽ ഓൺലൈനായിട്ട് പല ബിസിനസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഇതൊക്കെ നോക്കി ക്ലിയറായിട്ട് സ്വസ്ഥമായിട്ട് കഴിഞ്ഞാൽ മതി, ശരിയാണ്. പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെ സ്വന്തം കാര്യം മാത്രമായിട്ട് നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു മൂല്യം കുറവാണ്. ആ ജീവിതത്തിനൊരു മൂല്യം കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവൻ ശവമാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഓക്കെ, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന അങ്ങനൊരു ജീവിതത്തിന്, സ്വന്തം കാര്യം മാത്രം, നമ്മൾ മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവൻ സ്വാർത്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിന് ഒരു മൂല്യം കുറവുള്ള ഒരു അവസ്ഥയാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോൾ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേൾക്കാനും ഒരു ഓഡിയൻസ് വേണം. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. 600ഓളം പേര് എൻ്റെ ഫോളോവേഴ്സായിട്ടുണ്ട്. 4 വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. വിവിധ 5 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതെല്ലാം കൂടി ഇപ്പോൾ 600-ലധികം ആൾക്കാരുണ്ട് കേൾക്കാൻ. ദിവസവും എൻ്റെ ചിന്തകളും കാര്യങ്ങളുമൊക്കെ ഞാൻ അതിൽ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ജനസമ്പർക്കം എന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ ഗഹനമായി, ഡീപ്പായിട്ട്, ആഴത്തിൽ അത് സംഭവിക്കുന്നു. അതായത് ഇപ്പോൾ ഞാൻ ജ്യോതിഷം നോക്കാറുണ്ട്. അതായത് പലരും ജ്യോതിഷം നോക്കാനായിട്ട് അവരുടെ ഗ്രഹനിലയും മറ്റുമൊക്കെ ഇട്ട് തരും. ഞാനത് നോക്കി പറയാറുണ്ട്. അപ്പോൾ അവർ മുഴുവൻ പേരും അവരുടെ ജീവിത രഹസ്യങ്ങളെല്ലാം എന്നോട് പങ്കുവെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ജനസമ്പർക്കത്തിന് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വ്യാപ്തി കിട്ടിയിരിക്കുകയാണ്. അത് വളരെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ജീവിത രഹസ്യങ്ങൾ അവർ എന്നോട് പങ്കുവെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ കേരളത്തിൽ മലയാളികളുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ മലയാളികളിൽ ഏതാണ്ട് 90% പേരും കടക്കെണിയിലാണ്. ഭീകരമായ, ഭയാനകമായ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ളത് കേരളത്തിൽ. പക്ഷെ അതൊന്നും നമ്മൾ പുറത്ത് പബ്ലിക്കായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ നബാർഡിൻ്റെ ഒരു കണക്കനുസരിച്ച് 65% കുടുംബങ്ങൾ, മലയാളി കുടുംബങ്ങൾ കടക്കെണിയിലാണെന്നാണ് നബാർഡ് പറഞ്ഞേക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള ഒരു കണക്കാണത്. അത് പക്ഷേ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കുകളിൽ നിന്നും കടമെടുത്തവരുടെ മാത്രം കടമാണ്. അതാണ് ഈ 65% എന്നുള്ള കണക്ക് വന്നേക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് കടമെടുത്തവരുടെയും കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 90%-ലധികം മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഭീകരമായ ഒരവസ്ഥയാണ്.
ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? ഓക്കെ, ലോകരാജ്യങ്ങളുടെ മൊത്തം കടമെന്ന് പറയുന്നത്, എല്ലാ രാജ്യങ്ങളുടെയും 194 രാജ്യങ്ങളോ മറ്റോ ഉണ്ട്, ആ രാജ്യങ്ങളുടെ മൊത്തം കടമെന്ന് പറയുന്നത് 32,000 ലക്ഷം കോടി രൂപയായി. ലോകത്തിൻ്റെ ഏകദേശം GDP എന്ന് പറയുന്നത് ഏകദേശം 10,000 ലക്ഷം കോടി രൂപ മാത്രമാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 100 കോടി ആസ്തിയുള്ള ഒരാൾ 328 കോടി കടമെടുത്താൽ എങ്ങനെ ഇരിക്കും? ഏതാണ്ട് ആ അവസ്ഥയിലാണ് ഔദ്യോഗികമായിട്ട് തന്നെ ലോക രാജ്യങ്ങളുടെ മൊത്തം, അതായത് നമ്മുടെ മനുഷ്യവംശത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്, ഭീകരമാണ്, ദയനീയമാണ്, പരിതാപകരമാണ്. ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് തന്നെ 328% കടന്നു. അത് അൺഒഫീഷ്യലായിട്ട് 385% കടന്നു. അതായത് 100 കോടി ആസ്തിയുള്ളവൻ 385 കോടി കടമെടുത്തിരിക്കുന്നു. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം എന്ന് പറയുന്നത് 100 കോടി ആസ്തിയുള്ളവൻ 90 കോടിയിലധികം കടമെടുക്കാൻ പാടില്ല. അപ്പോൾ ലോകം തന്നെ കടക്കെണിയിലാണ്. നമ്മുടെ മലയാളികളും 90% മലയാളികളും കടക്കെണിയിലാണ്. അൺഒഫീഷ്യലി, ഒഫീഷ്യലായിട്ട് ഉള്ള കണക്ക് 65%. ഓക്കെ, അപ്പോൾ ഈ കടക്കെണിയിൽ നിന്ന് ലോകം രക്ഷപ്പെടുമോ? 100% ഉറപ്പിച്ച് പറയാം, രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഈ 32,000 ലക്ഷം കോടി രൂപയുടെ കടം അനുദിനം സെക്കൻഡുകൾ വെച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പരിഹാരം ലോകത്താർക്കും അറിയില്ല. അത് അതിനേക്കാൾ ഭയാനകമായ, ഭീകരമായ സത്യമാണ്. ഒരു രാഷ്ട്ര നേതാവിനോ സാമ്പത്തിക വിദഗ്ധനോ മാത്രമല്ല, ഈ രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും എല്ലാ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു 13 ഫാമിലിയുണ്ട് ലോകത്ത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് എനിക്ക് പറയാൻ ഈ യൂട്യൂബ് അനുവദിക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ 13 ഫാമിലിക്കും അറിയില്ല എന്ത് ചെയ്യണം, എങ്ങനെ ഈ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളത്. സംഭവമൊന്നുമില്ല, GDP ഉയർത്തിയാൽ മതി, പക്ഷെ അതിന് പണം വേണം. അപ്പോൾ ഈ സിസ്റ്റം തകർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഈ ലോകം തകർന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അത് അതിഭീകരമായ രീതിയിൽ വരാൻ പോവുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ കടം നമുക്കറിയാം, അനൗദ്യോഗികമായിട്ട് 6 ലക്ഷം കോടി കവിഞ്ഞു. ഓക്കെ, ഇന്ത്യയുടെ കടം എത്രയാണ്? ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് നോക്കുമ്പോൾ 346 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കടം. മൊത്തം കടം, ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, ജനങ്ങളുടെയും കോർപ്പറേറ്റുകളുടെ എല്ലാം കൂടെ ഉള്ള കണക്ക് ഇതാണ്. ഇന്ത്യയുടെ മൊത്തം കടം 346 ലക്ഷം കോടി രൂപ. ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് $4.041 ട്രില്യൺ. ഓക്കെ, അതേസമയം കടമെന്ന് പറയുന്നത് 3.802 ട്രില്യൺ ഡോളറാണ്. അപ്പോൾ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 94.12%. 90% പാടുള്ളൂ, കൂടി നിൽക്കുകയാണ്. ലോകത്തിൻ്റെ ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ
അനൗദ്യോഗികമായിട്ട് 385% കടന്നു. 90% പാടുള്ളൂ. അവിടെ 385% കടന്നിരിക്കുന്നു അനൗദ്യോഗികമായിട്ട്. ഔദ്യോഗികമായിട്ട് 325%. അപ്പോൾ ഈ പ്രശ്നം, അതായത് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ, അത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം, ഓക്കെ. ജി ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം. അതായത് ഒരു രാജ്യത്ത് ഒരു പ്രത്യേക കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും മൂല്യം പ്ലസ് സർവീസുകളുടെയും മൂല്യം. ഇതാണ് ജി ഡി പി എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വരുമാനം, നമ്മുടെ വരുമാനം. ഓക്കെ. അപ്പോൾ അത് ലോകത്തിൻ്റെ ഏകദേശം 16 ലക്ഷം കോടി രൂപയാണ്. അതേസമയം മൊത്തം കടമെന്ന് പറയുന്നത് 32,000 ലക്ഷം കോടി രൂപ കടന്നു. അത് ഔദ്യോഗികമായിട്ടുള്ളതാണ്, അനൗദ്യോഗികമായിട്ട് അതിലും മേലെയാണ്. അപ്പോൾ ഇതിനുള്ള പരിഹാരം ആർക്കും അറിയില്ല. ഈ സിസ്റ്റം, അതായത് പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം, അത് അശാസ്ത്രീയമാണെന്ന് ഞാൻ ഏകദേശം 19 കൊല്ലം മുമ്പ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ. ഇത് തകരുക തന്നെ ചെയ്യും എന്നും ഞാൻ പറഞ്ഞു 19 കൊല്ലം മുമ്പ്. അത് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ ഞാൻ നിർബന്ധിതനായത് ഇതാണ്. ഇന്ത്യൻ രൂപ കുത്തനെ ഇടിഞ്ഞു. 91 രൂപയിലധികമായി അമേരിക്കൻ ഡോളറിന് ഇത് പരിഗണിച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ലേറ്റസ്റ്റ് 90 രൂപ 95 പൈസ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ ഇന്നലെ 91 രൂപ 10 പൈസ വരെ ഇന്നലെ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരുന്നു. ഓക്കെ. അപ്പോൾ ലോകം തകർന്നു എന്നുള്ള അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ്. അത് ഇടിഞ്ഞത് നിരവധി കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓക്കെ. അപ്പോൾ മലയാളികൾ 90% പേര് കടക്കണിയിലാണ്. ലോകത്തിലെ മുഴുവൻ പേരും, നിങ്ങളും ഞാനും ഉൾപ്പെടെ എല്ലാവരും മനുഷ്യവംശത്തിൻ്റെ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത് 385% കടന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. ഇപ്പോൾ കേരളത്തിൽ പട്ടിണി ഇല്ലെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അത് ഇവിടെ നമ്മുടെ പിണറായി വിജയൻ സഖാവിൻ്റെ ഗവൺമെൻറ് കടമെടുത്ത് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലാത്തത്. പക്ഷേ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കടം കിട്ടാത്ത അവസ്ഥ വരുമോ? വരും എന്ന് തന്നെയാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. കാരണം അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ വലിയ ഘനഗംഭീരമായ രാജ്യങ്ങളുടെ ഗവൺമെൻറ്റുകൾക്ക് വരെ കടം കിട്ടാത്ത അവസ്ഥയായി കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഏകദേശം ഒരു 40 ദിവസം അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ പണമില്ല. ആ ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് ഏകദേശം 1.5-2 മാസത്തിന് മുമ്പ് അമേരിക്കൻ ഗവൺമെൻറ് ഒരു കടപ്പത്രം പുറപ്പെടുവിച്ചിരുന്നു. അത് ആരും വാങ്ങിച്ചില്ല. ബോണ്ട് ഇറക്കിയിട്ട് ആരും വാങ്ങിച്ചില്ല. ഒരാൾ പോലും വാങ്ങിച്ചില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഡൊണാൾഡ് ട്രംപ്
പ്രഖ്യാപിച്ചൊരു ഓഫറുണ്ട്. എന്താണെന്നറിയാം? ഇന്ത്യൻ രൂപയുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം 9 കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ അമേരിക്കൻ പൗരത്വം ഉടൻ കിട്ടും. അമേരിക്കൻ പൗരത്വം ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരവസ്ഥയിലാണ് അമേരിക്കൻ ഗവൺമെൻറ്. അമേരിക്കയുടെ കടമെന്ന് പറയുന്നത് $38 ട്രില്യൺ അവരുടെ GDP എന്ന് പറയുന്നത് ഏകദേശം $30 ട്രില്യൺ മാത്രമാണ്. ഓക്കെ, അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഏതാണ്ട് 120% കടന്നിരിക്കുന്നു. ആ ഗവൺമെൻറ് പാപ്പരായി. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ പൗരത്വം തന്നെ വിൽപ്പന ചരക്കാക്കി വെക്കേണ്ടി വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ രൂപയെ തകർത്തത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ചില കളികളാണ്. എന്നിട്ട് പെട്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയും നരേന്ദ്രമോദിജിയും നല്ല സുഹൃത്തുക്കളാണ്, ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞേക്കുന്നു. ഡിപ്ലോമാറ്റാണല്ലോ അദ്ദേഹം. ഡിപ്ലോമാറ്റിൻ്റെ അർത്ഥം എന്താണ്? നയതന്ത്രജ്ഞെന്ന് ഒറ്റ വാക്കിൽ മാന്യമായിട്ടുള്ള ഭാഷയിൽ പറയാം. തന്ത്രശാലിന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. യഥാർത്ഥത്തിൽ ഡിപ്ലോമാറ്റിൻ്റെ പച്ചയായ അർത്ഥം നട്ടലില്ലായ്മ തന്നെയാണ്. അത് ഏത് രീതിയിലും വളയ്ക്കാവുന്ന നട്ടല് ഉള്ളവനാണ് ഡിപ്ലോമാറ്റ് എന്ന് പച്ചയായിട്ട് നാടൻ ഭാഷയിൽ നമുക്ക് പറയാം. ആ പേര് പൂർണ്ണമായിട്ട് യോജിക്കുന്നത് ട്രംപിന് തന്നെയാണ്. അതായത് ഇന്ത്യൻ രൂപയെ തകർത്ത് തരിപ്പണമാക്കിയത് അമേരിക്കയുടെ ഓരോ കളികളാണ്. എന്നിട്ട് ഇന്ത്യൻ രൂപയെ തകർത്തിട്ട് ഇന്ത്യ പുകഴ്ത്തുകയാണ്. ലക്ഷ്യം ഇതാണ്, ഇന്ത്യ എല്ലാ തരത്തിലും അമേരിക്കയോടൊപ്പം നിൽക്കണം. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, അമേരിക്കൻ ഗവൺമെൻറ് പാപ്പരായി. ഓക്കെ, അതുകൊണ്ടാണ് അമേരിക്കൻ പൗരത്വം വരെ വിൽപ്പന ചരക്കാക്കി വെക്കേണ്ടി വരുന്നത്. ജപ്പാൻ്റെ അവസ്ഥ എന്താണ്? ജപ്പാൻ ഗവൺമെൻറ്റിന് അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 295%. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടിയ രീതിയിൽ ഡെപ്റ്റ് ടു GDP റേഷ്യോ വന്നേക്കുന്നത് ജപ്പാനാണ്. കടം കയറി മുടിഞ്ഞുപോയി. 1100 ലക്ഷം കോടിയിലധികമാണ് അവരുടെ കടം. ജപ്പാൻ ഗവൺമെൻറ് ഇപ്പോൾ ജപ്പാൻ ഗവൺമെൻറ്റിന് ആരും കടം കൊടുക്കുന്നില്ല. അപ്പോൾ അമേരിക്കയ്ക്കും ജപ്പാൻ ഗവൺമെൻറ്റിനുമൊക്കെ കടം കിട്ടാത്ത അവസ്ഥ വന്നു കഴിഞ്ഞു. കേരളത്തിലെ ഗവൺമെൻറ്റിന് എന്ത് സംഭവിക്കും? കടം കിട്ടാത്ത അവസ്ഥ വരാൻ പോവുകയാണ്. ഒരു സംശയവും വേണ്ട, 100% അത് വരിക തന്നെ ചെയ്യും. കാരണം ഈ സിസ്റ്റം അൺസയൻറ്റിഫിക്കാണ്, അശാസ്ത്രീയമാണ്. അതുകൊണ്ട് ഇത് തകരുക തന്നെ ചെയ്യും എന്ന് ഞാൻ 19 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇപ്പോൾ ഇത് സത്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം, ഈ കടക്കെണിയിൽ നിന്ന് ലോകം മുക്തമാവണം. അതിന് രാഷ്ട്ര നേതാക്കൾക്കും കാര്യങ്ങൾ അറിയില്ല, സാമ്പത്തിക വിദഗ്ധർക്കും അറിയില്ല, നമ്മളെപ്പോലുള്ള ജനങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇവരെ അങ്ങ് ശരിയാക്കുമെന്നാണ്. ഒരിക്കലുമില്ല. ഈ സിസ്റ്റത്തിൽ ഒരാൾക്കും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ലോകത്തെ രക്ഷിക്കാനാവില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞാണ്. ഇത് ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം, ഇപ്പോൾ നിലനിൽക്കുന്ന കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായും പരാജയമാണ്.
അൺസയൻറ്റിഫിക്കാണ്, അശാസ്ത്രീയമാണ്. അത് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യയിലേക്കും വന്നു തുടങ്ങി. അതുകൊണ്ടാണ് രൂപയുടെ മൂല്യം 91 രൂപയിലേക്ക് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം. എല്ലാം രാഷ്ട്രീയക്കാരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ചെയ്തോളും എന്നുള്ള ആ ചിന്താഗതി എടുത്ത് മാറ്റണം. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പലതും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനൊരു വേ ഔട്ട് നമ്മൾ ഓരോരുത്തരും കണ്ടുപിടിച്ചേ മതിയാവും. നമ്മളെല്ലാവരും ബുദ്ധിമാന്മാരാണ്. പൊതുവേ നമ്മൾ സ്വയം പറയുന്നത് എന്താണ്? മലയാളികൾ വലിയ ബുദ്ധിയുള്ളവരാണെന്നാണ്. ശരിയുമാണത്. പക്ഷേ ആ ബുദ്ധി നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാർക്ക് തുല്യമാവും. അപ്പോൾ ഈ ഒരു തകർച്ച, ലോകത്തിൻ്റെ തകർച്ച, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ മലയാളിയും ശ്രമിച്ച് കണ്ടുപിടിക്കണം. കൂട്ടത്തിൽ എൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. അത് 35 വർഷമായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത് അവതരിപ്പിക്കുന്നതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമില്ല. ഏകദേശം 35 വർഷമായിട്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം വെറും 100 ദിവസം കൊണ്ട് എന്ന് ഞാൻ പറയുന്നു. ഈ കടമില്ലേ, 32,000 ലക്ഷം കോടി രൂപയുടെ ലോകരാജ്യങ്ങളുടെ മൊത്തം കടം, അത് 1 സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ നിർദ്ദേശമായ പുതിയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതി ഞാൻ നിർദ്ദേശിക്കുന്നത് കറൻസി രഹിത വ്യവസ്ഥ അഥവാ കറൻസി ഫ്രീ സിസ്റ്റം എന്ന പേരിൽ ഞാൻ അവതരിപ്പിക്കുന്ന ആ സോഷ്യോ എക്കണോമിക് സിസ്റ്റം ലോകത്ത് നടപ്പിലാക്കിയാൽ 1 സെക്കൻഡ് കൊണ്ട് 32,000 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. ഇത് കൂടാതെ 10,000-കണക്കിന് നേട്ടങ്ങൾ നമുക്ക് ആർജിക്കാൻ പറ്റും കറൻസി ഫ്രീ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ. ലോകത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം വെറും 30 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ ലേറ്റസ്റ്റ് സ്റ്റൈലിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും 1 രൂപ ചെലവില്ലാതെ കറൻസി ഫ്രീ സിസ്റ്റത്തിലൂടെ. ഇത് കൂടാതെ 10,000-കണക്കിന് നേട്ടങ്ങളുണ്ട്, അവിശ്വസനീയമായ നേട്ടങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഞാൻ പറയാം. 10,000-കണക്കിന് നേട്ടങ്ങൾ വേറെയുണ്ട്. എല്ലാം കൂടെ പറഞ്ഞ് ഇതിനകത്ത് ഒതുക്കാനൊക്കില്ല. ലോകത്തിൻ്റെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതിൻ്റെ വർധനവിൻ്റെ ശതമാനം 50% മുതൽ 500% വരെ ആക്കാം വെറും 100 ദിവസം കൊണ്ട്. ഇവിടെ 5% ആക്കാൻ കിടന്ന് പാടുപടിയാണ് ഓരോ രാജ്യങ്ങൾ. ആ സ്ഥാനത്ത് ഞാൻ പറയുന്നത് മിനിമം 50% GDP റൈസ് ഗ്രോത്ത് വെറും 100 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും 1 രൂപ ചെലവില്ലാതെ കറൻസി ഫ്രീ സിസ്റ്റം നടപ്പിലാക്കിയാൽ, ഇംപ്ലിമെൻറ്റ് ചെയ്താൽ. അതുപോലെ തന്നെ 160 കോടി വീടുകൾ വെറും 2 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ നമുക്ക് നേടിയെടുക്കാം, നിർമ്മിക്കാം. 1 രൂപ ചെലവില്ലാതെ വെറും 2 ദിവസം കൊണ്ട് 160 കോടി വീടുകൾ നിർമ്മിക്കാം ഈ കറൻസി ഫ്രീ സിസ്റ്റത്തിലൂടെ. കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം 1 രൂപ ചെലവില്ലാതെ. 1 രൂപ ചെലവില്ലാതെ ലോകം സമ്പൽ സമൃദ്ധമാക്കാം വെറും 100 ദിവസം കൊണ്ട്. ഭക്ഷ്യോൽപാദനം 5 ഇരട്ടിയാക്കാം 1 രൂപ ചെലവില്ലാതെ. ഇങ്ങനെ നിരവധി അവിശ്വസനീയമായതും
പക്ഷേ ഘനഗംഭീരവുമായ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാം. വെറും 100 ദിവസം കൊണ്ട് കറൻസി ഫ്രീ സിസ്റ്റം എന്ന് പറയുന്ന ഞാൻ നിർദ്ദേശിക്കുന്ന ആ സിസ്റ്റം ലോകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ, ഇന്ത്യയിൽ മാത്രമായിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, കേരളത്തിൽ മാത്രമായിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒരുപാട് കോംപ്ലിക്കേഷനുള്ള, ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആശയമാണ് ഈ കറൻസി ഫ്രീ സിസ്റ്റം. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് മാത്രമല്ല, വളരെയധികം വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും ഈ ആശയം പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ അത് മനസ്സിലാക്കിയ, ഇതിൻ്റെ ഈ കറൻസി ഫ്രീ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ കാലിബർ തിരിച്ചറിഞ്ഞ 2000 സാമ്പത്തിക വിദഗ്ധർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. അത് ഡീറ്റെയിൽസ് നമ്മുടെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ, അതായത് കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ സെർച്ച് ചെയ്താൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കിട്ടും. എൻ്റെ ഈ ആശയത്തിനെ പറ്റി 12 വർഷം പഠിച്ച ശേഷം ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ആശയത്തെക്കുറിച്ച് കറൻസി രഹിത വ്യവസ്ഥ എന്ന പേരിൽ ഒരു വീഡിയോ ചെയ്തു. അതുകൂടാതെ നിസ്സാരനായ എന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന 2 വീഡിയോ, അങ്ങനെ ടോട്ടൽ 3 വീഡിയോ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. കൂടാതെ ഞാൻ തന്നെ ഈ കറൻസി ഫ്രീ സിസ്റ്റം എന്നും കറൻസി രഹിത വ്യവസ്ഥയെന്നും പേരിൽ ഞാനും നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ദയവ് ഇത് കാണുക, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഓക്കെ, അപ്പോൾ പ്രാർത്ഥന കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കാം. പക്ഷേ ശാശ്വതമായിട്ട് നമുക്ക് സമ്പൽ സമൃദ്ധി നേടണമെങ്കിൽ സമൂഹത്തെയും നമ്മൾ മാറ്റിമറിച്ചേ ഒക്കെയുള്ളൂ. നമ്മളൊക്കെ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമോ എന്നൊന്നും ചിന്തിക്കേണ്ട. കാരണം നമ്മളൊക്കെ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. നമ്മളെല്ലാവരും ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. ഈശ്വരൻ നമുക്ക് ആവശ്യത്തിലധികം പ്രകൃതി സമ്പത്ത് തന്നിട്ടുണ്ട്. അത് ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും സമ്പൽ സമൃദ്ധി നേടാം വെറും 100 ദിവസം കൊണ്ട്. എൻ്റെ ആശയത്തിൻ്റെ കറൻസി രഹിത വ്യവസ്ഥയുടെ ഒരു നിർവചനം മാത്രം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കും. അതായത് പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നോളജിയും ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ലോകം സമ്പൽ സമൃദ്ധമാക്കാം വെറും 100 ദിവസം കൊണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു നിർവചനം. അതായത് പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ അഥവാ കറൻസി ഫ്രീ സിസ്റ്റം. ഇതിന് 2000 സാമ്പത്തിക വിദഗ്ധർ സപ്പോർട്ട് ചെയ്യുന്നു. അത് ദയവായി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുക. തീർച്ചയായിട്ടും നമുക്ക് ലോകം മാറ്റിമറിക്കാൻ പറ്റും, അതും വെറും 100 ദിവസം കൊണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോ കാണുക. എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം വളരെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആശയമാണ്. എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, മനസ്സിലാവാൻ വലിയ പാടാണ്. വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും അത് പെട്ടെന്ന് ദഹിക്കില്ല. എനിവേ, കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും 100 ദിവസത്തിനുള്ളിൽ സമ്പൽ സമൃദ്ധമായ ഒരു സ്വർഗരാജ്യം
ഭൂമിയിൽ കെട്ടിപ്പടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.